ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഹിന്ദിയിലെ ഒന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള ബീർബഹുട്ടിയെ കുറിച്ചാണ് പരിചയപ്പെടാൻ പോകുന്നത്. ബീർബഹുട്ടി ഒരു കഥയാണ്, കഹാനിയാണ്. കഹാനി എന്ന് പറഞ്ഞാൽ കഥയാണെന്ന് എല്ലാവർക്കും അറിയാം. ബീർബഹുട്ടി എന്ന കഹാനി എഴുതിയിട്ടുള്ളത് ശ്രീ പ്രഭാതാണ്. പ്രഭാതിൻ്റെ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണത്. ബീർബഹുട്ടി കഹാനികാർ പ്രഭാത്. ഇനി ബീർബഹുട്ടി എന്താണെന്ന് നമുക്കൊന്ന് അറിയണ്ടേ. മഴക്കാലത്തിനു ശേഷം ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിൽ വയലുകളിലും വയൽ വരമ്പുകളിലും റോഡിൻ്റെ സൈഡിലൊക്കെ കാണുന്ന ചുവന്ന നിറത്തിലുള്ള ഒരു ചെറിയ പ്രാണിയെയാണ് ബീർബഹുട്ടി എന്ന് പറയുന്നത്. ഇതിനെ ഇംഗ്ലീഷിൽ റെഡ് വെൽവെറ്റ് മൈറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചുവന്ന വെൽവെറ്റ് പോലെയുള്ള രോമങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇവയെ റെഡ് വെൽവെറ്റ് മൈറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിന് 2 ജോഡി കാലുകളാണുള്ളത്. മുൻവശത്തെ ഒരു ജോഡി കാലുകൾ ആന്റിന പോലെ കൂർത്തതും അഗ്രം വളഞ്ഞതുമായിരിക്കും. ഇവയാണ് ഇത് ഉപയോഗിച്ചാണ് ബീർബഹുട്ടി അതിൻ്റെ സഞ്ചാര ദിശ നിർണ്ണയിക്കുന്നത്. ഇനി നമുക്ക് ബീർബഹുട്ടികൾ എന്താണെന്ന് ഒന്ന് കാണാം. ബീർബഹുട്ടി കഹാനി കാ മുഖ്യ ആശയം. ബീർബഹുട്ടി എന്ന കഥയിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ആശയം, ദൈനിക് ജീവൻ മേ ദോസ്തി കാ ബഡാ മഹത്വ. എന്താ ദൈനിക് ജീവൻ മേ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിത്യജീവിതത്തിൽ ദോസ്തി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം സൗഹൃദമാണ് അല്ലേ. അപ്പൊ ദൈനിക് ജീവൻ മേ ദോസ്തി കാ ബഡാ മഹത്വ. ജീവിതത്തിൽ നമ്മുടെ സൗഹൃദത്തിന് വളരെയധികം മഹത്വമുണ്ട് അല്ലേ. നമ്മുടെ ഡെയിലിയുള്ള നമ്മുടെ ലൈഫില് നിത്യജീവിതത്തില് സൗഹൃദത്തിന് എന്തുണ്ട്, വളരെയധികം മഹത്വമുണ്ട്. നമ്പർ 2, സെക്കൻഡ് പോയിന്റ്, മിത്രതാ കെ സാത്ത് रहने से समाज में शांति बनी रहती. മിത്രതാ കെ സാത്ത്, മിത്രത എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ആണ്, സൗഹൃദം അല്ലെ. അപ്പൊ ദോസ്തി എന്ന് പറയുന്നതിന് മറ്റൊരു വാക്ക് മിത്രതാ കെ സാത്ത് रहने से. അങ്ങനെ നമ്മുടെ സൗഹൃദത്തോടു കൂടി കഴിയുമ്പോഴാണ് പരസ്പരം സൗഹൃദത്തോടെ കഴിയുമ്പോഴാണ് സമാജ് എന്ന് പറഞ്ഞ സൊസൈറ്റിയാണ്, സമൂഹത്തില് ശാന്തി ബനീരത്തി, ശാന്തി ഉണ്ടാവുന്നത്. നമ്മുടെ പരസ്പരം സൗഹൃദത്തോടു കൂടി കഴിയുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, നമ്മുടെ സമൂഹത്തില് ശാന്തി ഉണ്ടാവുന്നത്. അപ്പൊ 2 പോയിന്റ്. നമ്പർ 1, ദൈനിക് ജീവൻ മേ ദോസ്തി കാ ബഡാ മഹത്വ ഹൈ. सेकंड वन, मित्रता के साथ रहने से समाज में शांति बनी रहती है. थर्ड वन, बचपन की दोस्ती सालों तक जारी रहती है. ബച്പൻ എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലാണ്, ചൈൽഡ്ഹുഡ് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പം ബച്പൻ കി ദോസ്തി, നമ്മൾ കുട്ടിക്കാലത്ത് ഉണ്ടാവണ സൗഹൃദം അല്ലെ. ആ സൗഹൃദം എന്ന് പറയുന്നത് സാലോം തക്ക്, സാൽ എന്ന് പറഞ്ഞാൽ ഇയറാണ്, സാലോം തക്ക്, ഈ വർഷങ്ങളോളം ജാരി രഹത്തി, മുന്നോട്ട് പോകുന്നു. ജാരി രഹത്തി എന്ന് പറഞ്ഞാൽ അതായത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ചെറുപ്പത്തിൽ ഉണ്ടാവുന്ന സൗഹൃദങ്ങൾ ഒരുപാട് കാലം. ഈ കഥയിലും അങ്ങനെയാണ്. 2 കഥ, ബേല സാഹിൽ എന്ന 2 കഥാപാത്രങ്ങളാണ്. അവരുടെ ചെറുപ്പത്തിലുള്ള സൗഹൃദത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ബച്പൻ കി ദോസ്തി സാലോം തക് ജാരി രഹത്തി. ഫോർത്ത് വൺ, നെക്സ്റ്റ് ആശയം എന്ന് പറയുന്നത്, 4ാമത്തെ ആശയം എന്ന് പറയുന്നത്, സഹജ് വ സ്വാഭാവിക് പ്യാർ കി അഭിവ്യക്തി ഹോത്തി. സഹജ് വ സ്വാഭാവിക് പ്യാർ കി അഭിവ്യക്തി ഹോത്തി. സഹജവും സ്വാഭാവികവുമായ സ്നേഹത്തിന് മാത്രമേ എന്തുണ്ടാവുന്നുള്ളൂ, പൂർണ്ണത ഉണ്ടാവുന്നുള്ളൂ. സഹജവും സ്വാഭാവികവുമായ സ്നേഹത്തിന് മാത്രമേ പൂർണ്ണത ഉണ്ടാവുന്നുള്ളൂ. ഇതാണ് ഈ ബീർബഹുട്ടി എന്ന കഥയിലെ പ്രധാനപ്പെട്ട ആശയം. ബീർബഹുട്ടി കഹാനി കാ മുഖ്യ പാത്ര ഹേ
ബേല ഔർ സാഹിൽ. എന്താ അതിനർത്ഥം? ബീർബഹുട്ടി എന്ന കഥയിലെ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളാണ് ആര്? ബേലയും സാഹിൽ. വേ ഫുലേറ ഗാവ് മേ രഹത്തെ. അവരെവിടെയാണ് താമസിക്കുന്നത്? ഫുലേറ എന്ന ഗാവ് എന്ന് പറഞ്ഞ ഗ്രാമമാണ്. ഫുലേറ ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ഫുലേറ ഗാവ് രാജസ്ഥാൻ മേഹി. ഫുലേറ ഗാവ് എവിടെയാണ്? രാജസ്ഥാനിലാണ് എന്തുള്ളത്? ഫുലേറ ഗാവ് ഉള്ളത്. വേ ഏക് ഹി സ്കൂൾ മേ പഠിത്തേ. ഒരേ സ്കൂളിലാണ് ബേലയും സാഹിലും പഠിക്കുന്നത്. ഏക് ഹി കക്ഷാമേ പഠിത്തേ. ഒരേ ക്ലാസ്സിലാണ് രണ്ടുപേരും പഠിക്കുന്നത്. വേ പാഞ്ച്വീം കക്ഷാമേ പഠിത്തേ. രണ്ടുപേരും 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. വേ ഏക് ഹി ബെഞ്ച് പർ പഠിത്തേ. ഒരേ ബെഞ്ചിലാണ് ഇരിക്കുന്നത്. പാസ് പാസ് പഠിത്തേ. അടുത്തടുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്ത് മനസ്സിലായി? അവർ രണ്ടുപേരും പഠിക്കുന്നത് ഒരേ സ്കൂളിലാണ്, ഒരേ ക്ലാസ്സിലാണ്, ഒരേ ബെഞ്ചിലാണ് ഇരിക്കുന്നത്, അടുത്തടുത്താണ് ഇരിക്കുന്നത്. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? അവർ തമ്മിൽ എന്താണ്? അവരുടെ ബടാ ദോസ്തി അല്ലേ? വളരെയധികം എന്താണ്? സൗഹൃദത്തിലാണ് ആര്? ബേലയും സാഹിലും. ബീർബഹുട്ടികളെ ഖോജിന എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക, തെരയുക. അവർ മഴ പെയ്ത് നനഞ്ഞ് ആ മണ്ണിലിരുന്നിട്ട് ബീർബഹുട്ടികളെ തെരയുമായിരുന്നു. സുർക്ക്, മുലായം, ഗദ്ബദി ബീർബഹുട്ടിയ. ബീർബഹുട്ടിക്ക് വിശേഷതായം ക്യാ ക്യാ ഹെ? ഈ പറഞ്ഞ 3 എന്താണ്? സുർക്ക്, മുലായം, ഗദ്ബദി. അതായത് ബീർബഹുട്ടികളുടെ പ്രത്യേകതകളാണ്. ബീർബഹുട്ടി സുർക്ക് എന്ന് പറഞ്ഞാൽ ചുവന്ന നിറമുള്ള, നമ്മളെ രക്തനിറമുള്ള, അത് രക്തവർണ്ണമുള്ള. സുർക്ക് അതായത് ബീർബഹുട്ടിയുടെ കളർ എന്തായിരുന്നു? ചുവപ്പ് നിറമായിരുന്നു. മുലായം, മുലായം എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിരുന്നു. ഗദ്ബദി മിനുമിനുത്ത. അപ്പോൾ സുർക്ക്, മുലായം, ഗദ്ബദി. എന്തൊക്കെയായിരുന്നു ബീർബഹുട്ടിയുടെ വിശേഷതകൾ? സുർക്ക്, മുലായം, ഗദ്ബദി. ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ബീർബഹുട്ടിക്ക് വിശേഷത ഇമ്മേ കോൺസി വിശേഷത ബീർബഹുട്ടിക്ക് നഹി ഹെ. ഇതിലെ ഏത് വിശേഷതയാണ് ബീർബഹുട്ടിയുള്ളത് അല്ലാത്തത്? അതായത് അങ്ങനെ ചോദിക്കുമ്പോൾ ഈ 3 തന്നു: സുർക്ക്, മുലായം, ഗദ്ബദി, ബൈങ്കനി. അപ്പോൾ സുർക്ക് എന്ന് പറഞ്ഞാൽ റെഡ് കളറാണ് നമുക്കറിയാം. മുലായം, ഗദ്ബദി, ഇത് 3 ബീർബഹുട്ടിയുടെ പ്രത്യേകതകളാണ്. നല്ല മിനുമിനുത്ത സോഫ്റ്റ് ആയതാണ്, നല്ല മൃദുവായതാണ്, അതുപോലെ ചുവന്ന നിറമുള്ളതാണ്. അപ്പോൾ ഇതിന്റെ വിശേഷത അല്ലാത്തത് ഏതെന്ന് ചോദിച്ചോ? ബൈങ്കനി. ബൈങ്കൻ എന്ന് പറഞ്ഞാൽ വയലറ്റ് നിറമുള്ള, വയലറ്റ് നിറമുള്ളതാണ് അടുത്ത ഓപ്ഷൻ. ഈ 4 തന്നാൽ ഏതാണ് ശരിയായ ഉത്തരം? ഇതിന്റെ വിശേഷത അല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ ബൈങ്കനി. അതുപോലെ ഒരു എക്സാമിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണത്. അപ്പോൾ അതുപോലെ ബീർബഹുട്ടിന്റെ വിശേഷത, ബീർബഹുട്ടിക്ക് വിശേഷത ക്യാ ക്യാ ഹെ? സ്വർഗ്, മുലായം, ഗദ്ബദി. एक दिन बीरबहुटी देखते समय साहिल ने बेला से कहा, देखो बेला, ये बीरबहुटियाँ तुम्हारे रिबन जैसा लाल है. ഒരു ദിവസം ഇങ്ങനെ ബീർബഹുട്ടി തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാഹിൽ ബേലയുടെ അടുത്ത് പറയുന്നു, നോക്ക് ബേല, ഈ ബീർബഹുട്ടികളുടെ ഇതിന് നമ്മൾ പറഞ്ഞു ബീർബഹുട്ടിയുടെ നിറം എന്താണ്? ചുവപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ പറയാണ്, देखो बेला, ये बीरबहुटियाँ तुम्हारे रिबन जैसा लाल है. ഈ ബീർബഹുട്ടിയുടെ നിറം കണ്ടോ ബേല? ഇതെന്താണ്? നിന്റെ റിബണിന്റെ അതേപോലെ ചുവപ്പ് നിറമുള്ളതാണല്ലോ എന്ന് പറയണം. കുച്ച് ദേർ ബാദ് ഗണ്ടി വെച്ച്. അങ്ങനെ അവർ ബീർബഹുട്ടി തെരഞ്ഞെടുക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് എന്ത് കേൾക്കുകയാണ്? ബെല്ലടിക്കുന്ന, ഗണ്ടി എന്ന് പറഞ്ഞാൽ ബെല്ലാണ്, ഗണ്ടി വെച്ചിന ബെല്ലടിച്ചു. അവിടുന്ന് ബെല്ലടിക്കുന്ന ശബ്ദം അവർ കേട്ടു. സാഹിലിനെ കहा, മുझे पेन में स्याही बरवानी है, दुकान जाना है, जल्दी आओ. അതായത് എന്താ പറഞ്ഞത്? അപ്പോൾ ബെല്ലടിച്ചപ്പോഴാണ് അവന് സ്കൂളിൽ പോകണം. സ്കൂളിൽ പോകണമെങ്കിൽ പെന്നിൽ മഷിയില്ല. അപ്പോൾ പണ്ടത്തെ കാലത്തെ കഥ എന്താ പറയുക, ഈ കഹാനിയിൽ പറയുന്നത് വെച്ചാൽ പണ്ടൊക്കെ നമ്മൾ എന്തായിരുന്നു, പെന്നിൽ ഇന്നത്തെ പോലത്തെ പെന്നല്ല, നമ്മളിങ്ങനെ മഷി നിറയ്ക്കുന്ന പെന്നായിരുന്നു അല്ലേ? അപ്പോൾ ഇത് കഥയിൽ പറയുന്നത് എന്താണ്? സാഹിൽ പറയാണ്, മുझे പെന്നിൽ സ്യാഹി ബർബാനി ഹെ, എനിക്ക് എന്ത് ചെയ്യണം? എൻ്റെ പെന്നിൽ ബർബാന എന്ന് പറഞ്ഞാൽ നിറപ്പിക്കാം, സ്യാഹി എന്ന് പറഞ്ഞാൽ മഷിയാണ്, എനിക്ക് എൻ്റെ പെന്നിൽ മഷി നിറപ്പിക്കണം, ജൽദി ആവോ, ബെല്ലടിച്ചല്ലോ, ജൽദി ആവോ, വേഗം വാ എന്ന് പറയണം. ബേല ദുക്കാൻ കി ഓർ നിക്കലെ. രണ്ടുപേരും ഇവിടേക്ക് പോവാണ്, കടയിലേക്ക് പോവുകയാണ്. പെന്ന് മഷി നിറയ്ക്കാൻ വേണ്ടി രണ്ടുപേരും കടയിലേക്ക് പോവുകയാണ്. ജാത്തെ സമയ പെൻ മേ ജോ സ്യാഹി ബച്ചി തീ വോ ജമീൻ പർ ചിടക് ദിയ. സാഹിൽ എന്താ ചെയ്തത്? ജാത്തെ സമയം, കടയിലേക്ക് പോകുന്ന സമയത്ത് പെൻമേ ജോ സ്യാഹി ബച്ചി തീ, കുറച്ച് മഷി എന്തുണ്ടായിരുന്നു? പെന്നിൽ ബാക്കി, ബച്ചിന എന്ന് പറഞ്ഞാൽ ബാക്കി ഉണ്ടായിരുന്നു. ജമീൻ പർ ചിടക്കിയ. ജമീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ നില അല്ലേ? അപ്പോൾ അവൻ ചിടക്കിനെന്ന് പറഞ്ഞാൽ തളി, ഇങ്ങനെ കൊടയ. അപ്പോൾ അവൻ കടയിലേക്കല്ലേ പോകുന്നത്? അപ്പോൾ കുറച്ച് മഷി ഓൾറെഡി അതിലുണ്ടായിരുന്നു. അവൻ ആ മഷി എടുത്തിട്ട് എന്ത് ചെയ്തു? മഷി നിറയ്ക്കാൻ പുതിയ മഷി കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ എന്ത് ചെയ്തു? ബജ്ജി ഹുയി സ്യാഹി ജമീൻ പർ ചിടക്കിയ. അതിൽ ആ പെന്നിൽ ഉണ്ടായിരുന്ന മഷി എന്ത് ചെയ്തു? താഴേക്ക് കൊടഞ്ഞു. നെയ്യ് സ്യാഹി മില്ലേക്ക് പ്രതീക്ഷ അല്ലേ? അവർ എന്താണ് കൊടയാൻ കാരണം? എന്താ? പുതിയ നെയ്യ് എന്ന് പറഞ്ഞാൽ പുതിയ, സ്യാഹി മഷി, മില്ല എന്ന് പറഞ്ഞാൽ കിട്ടുക. അപ്പോൾ പുതിയ മഷി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് എന്ത് ചെയ്തത്? സാഹിൽ ആ മഷി കൊടഞ്ഞത്.
അങ്ങനെ ബേദോനോ ദുക്കാൻ പഹുഞ്ചി, ദുക്കാൻ എന്ന് പറഞ്ഞാൽ കടയാണ്, പഹുഞ്ചിനെ എത്തിച്ചേരുക. അങ്ങനെ രണ്ടുപേര് എവിടെ എത്തിച്ചേർന്നു? കടയിൽ എത്തിച്ചേർന്നു. ഈ ഭാഗം പ്രധാനപ്പെട്ട ഭാഗമാണ്. എക്സാമിനൊക്കെ ഒരുപാട് തവണ ഈ ഭാഗത്ത് നിന്ന് പഠിക്കാതെ കടയിൽ ബേലയും സാഹിബും തമ്മിലുള്ള സംഭാഷണം, അതുപോലെ തന്നെ ആ സമയത്ത് നടന്ന സീൻ എഴുതാൻ പഠിക്കഥയായിട്ട് വരാറുണ്ട്, സംഭാഷണമായിട്ട് വരാറുണ്ട്. ഈ ഭാഗം കഥയിലെ ആ പാഠത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. മാത്രമല്ല ഞാൻ ചോദ്യം കൂടി ഇന്ന് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് പറഞ്ഞുതരാം. ഭയ്യ എക് പെൻ സ്യാഹി ഭർ ദോ, സഹോദര ഒരു പെണ്ണ് മഷി നിറച്ചു തരും. അതായത് അവരുടെ ദോസ്തിയാണ് നമുക്ക് അവിടെയും മനസ്സിലാവുന്നത്. ബേലയുടെ സാഹിലിനാണ് മഷി കഴിഞ്ഞിട്ടുള്ളത് ആവശ്യം. പക്ഷേ അതിന് സാഹിൽ പറയാൻ പോകുന്നതിനേക്കാൾ മുന്നേ ബേല പറയാണ്, ഭയ്യ എക് പെൻ സ്യാഹി ഭർ ദോ, ഒരു പെണ്ണ് മഷി നിറച്ചു തരൂ എന്ന് പറയാണ്. ആ സമയം ദുക്കാൻദാറിനെ ക്യാ കഹാ, ദുക്കാൻദാറിനെ കഹാ ബേട്ടാ സ്യാഹിക്ക് ബോത്തൽ അഭി ഖാലി ഹോഗി, മഷിക്കുപ്പി എന്തായി? കഴിഞ്ഞു പോയി. മഷിയിലുണ്ടായി ഇവിടെ സ്റ്റോക്കുകളിൽ എന്ത് മഷി തീർന്നു പോയി. കല്ലാവോ എന്ന് പറഞ്ഞാൽ ഇനി നാളെ വരും എന്ന് പറയാണ്. ബേലാനെ കഹ इसने लेकिन इसने पेन में जो स्याही बची थी वह जमीन पर छिड़क दिया. അപ്പോൾ ബേല പറഞ്ഞു, അയ്യോ ഇനിയിപ്പോൾ എന്താ ക്യാ കരേ, ഇനി എന്താ ചെയ്യുക? ബേല ചോദിക്കുകയാണ്. പക്ഷേ ഈ പെന്നിലുണ്ടായിരുന്ന മഷി പോലും അവിടെ കടയിൽ കുപ്പിയിൽ മഷി ഇല്ല നിറച്ചു കൊടുക്കാൻ. അപ്പോൾ അവൻ ആ പെന്നിലുണ്ടായിരുന്ന മഷി എന്ത് ചെയ്തിട്ടുണ്ട്? താഴേക്ക് കളയുകയും ചെയ്തു. അപ്പോൾ ബേല വിഷമത്തോടെ ചോദിക്കണം, ക്യാ കരേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇസ്നെ ജമീൻ പർ ചിടക് ദിയ, അല്ലേ? ജോ സ്യാഹി ബച്ചി തീ വ ജമീൻ പർ ചിടക് ദിയ. പെന്നിലുണ്ടായിരുന്ന മഷി അവൻ എന്ത് ചെയ്തു? ജമീൻ പർ ചിടക് ദിയ, നിലത്ത് കടഞ്ഞല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ക്യാ കരേ എന്ന് ചോദിക്കുകയാണ്. ആര്? ബേല ദുക്കാൻദാറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. दुकान वाला ने साहिल से कहा, बेला से क्या कहा? बेला से कहा, बादल को देखकर गड़े को नहीं डुलाना चाहिए. പാഠഭാഗത്തിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ആ ഭാഗത്ത് 2 മാർക്കിന്റെ ചോദ്യമുണ്ട്. ബാദൽ കോ देखकर गड़े को नहीं डुलाना चाहिए. ഡുലാന എന്ന് പറഞ്ഞാൽ ചെരിയ, ബാദൽ കാർമേഘം, ഘട എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാം കൊടാണ് അല്ലേ? ബാദൽ കോ देखकर गड़े को नहीं डुलाना चाहिए. എന്താ ദുക്കാൻ വാല പറഞ്ഞത്? ബാദൽ കോ देखकर गड़े को नहीं डुलाना चाहिए. इसका मतलब क्या है? मतलब മീൻസ് അറിയാം എന്താണ് ഉദ്ദേശം, അർത്ഥം അല്ലേ? ഇതിന്റെ അർത്ഥം എന്താണ്? ബാദൽ കോ देखकर गड़े को नहीं डुलाना चाहिए എന്ന് പറഞ്ഞാൽ എന്താണ്? കാർമേഘം കണ്ടിട്ട് കുടത്തിലുള്ള വെള്ളം ചെയ്യാൻ പാടില്ല, ചെരിയാൻ പാടില്ല എന്നർത്ഥം. അതായത് നമ്മൾ ഇപ്പോൾ കാണുന്ന കാർമേഘങ്ങളെല്ലാം പെയ്തോളണമെന്നുണ്ടോ? ചില കാർമേഘം നമുക്കറിയാൻ നീങ്ങി പോകും അല്ലേ? അപ്പം അതേപോലെ ദുക്കാവാല പറയാണ്, ബാദൽക്കോ ദേക്കർ, കാർമേഘം കണ്ടിട്ട് ഗഡേക്കോ നെഹി ഡുലാന ചാഹിയെ, കുടത്തിലുള്ള വെള്ളം ചെയ്യാൻ പാടില്ല, ചെരിയാൻ പാടില്ല. इसका मतलब क्या है? नई चीजें मिलने की प्रतीक्षा में, പുതിയ വസ്തുക്കൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് अपने पास जो है उसे नष्ट नहीं करना चाहिए. പുതിയ വസ്തുക്കൾ नई चीजें मिलने की प्रतीक्षा में, പുതിയ വസ്തുക്കൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് अपने पास जो है, നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് उसे नष्ट नहीं करना चाहिए, അതിനെ നഷ്ടപ്പെടുത്താൻ പാടില്ല. നമ്മുടെ കയ്യിൽ പുതിയ സാധനങ്ങൾ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് നമ്മുടെ കയ്യിലുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇത് ആ ഭാഗത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് കഥയിൽ. രണ്ടുപേരും സ്കൂളിൽ എത്തിച്ചേർന്നു. അങ്ങനെ ക്ലാസ്സിലെത്തി, ക്ലാസ് പഹുഞ്ചിനാണ് എത്തിച്ചേരുക. ക്ലാസ്സിലെത്തി. അപ്പോൾ ക്ലാസ്സിലെത്തി ഇനി അടുത്ത കഥയിലെ അടുത്ത സംഭവം ഗണിത് മട്സാബ് എന്നാണ് പാഠഭാഗത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സാർ എന്നുള്ള അധ്യാപകൻ എന്ന അർത്ഥത്തിൽ തന്നെയാണ്. ഗണിത് മട്സാബ് സുരേന്ദർ ജി കാ പീരിയഡ് ഖേൽഗണ്ടി കെ ബാദ് ആത്താ. ഗണിത് എന്ന് പറഞ്ഞാൽ മാത്സ് ആണ്, എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ നമ്മുടെ മാത്സിൻ്റെ സബ്ജക്റ്റിൻ്റെ മാഷായിട്ടുള്ള സുരേന്ദർ സാറിൻ്റെ പീരിയഡ് ഖേൽഗണ്ടി കെ ബാദ് ആത്താ. ഖേൽഗണ്ടി എന്ന് പറഞ്ഞാൽ ഇന്റർവെൽ എന്നാണ് അർത്ഥം. ഖേൽ എന്ന് പറഞ്ഞാൽ കളിയാണ്, അറിയാലോ അല്ലേ? അപ്പം ഖേൽഗണ്ടിക്ക് ബാദ് ശേഷം, അതായത് മാത്സിൻ്റെ പീരിയഡ് ഇന്റർവെല്ലിന് ശേഷമാണ് വരുന്നത്. ഖേൽഗണ്ടിക്ക് ബാദ് ഗണിത് आता है. गणित सुरेंद्र जी माट साहब गणित का सुरेंद्र माट साहब का पीरियड खेलगंडी के बाद आता है. बच्चे उनसे डरते थे. കുട്ടികൾക്കൊക്കെ ഈ സുരേന്ദർ ജി മാട്ട് സാബിനെ വളരെയധികം കാമ്പത്തേത് എന്ന് പറയുന്നുണ്ട് പാഠഭാഗത്തിൽ. അതായത് കുട്ടികൾ അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ കാമ്പിനെ വിറക്കിയ, അതുപോലെ തന്നെ വളരെയധികം പേടിച്ചിരുന്ന ഒരു സാറാണ് ഈ സുരേന്ദർ ജി. അപ്പം ബച്ചെ ഉൻസെ ഡർത്തേതേ ബച്ചെ കാംതേതേ, കുട്ടികളൊക്കെ വളരെ പേടിയുള്ള ആളായിരുന്നു സുരേന്ദ്രൻ മാട്ട് സാബ്. इसलिए അതുകൊണ്ട് തന്നെ ഖേൽഗണ്ടി ബന്ദ് होने के 2 मिनट पहले ही बच्चे अपने जगह पर आकर अपने बेंच पर आकर बैठ जाते थे. എന്താ അതിനർത്ഥം? അതായത് അത്രയും പേടിയുള്ള സാറ് ആയതുകൊണ്ട് തന്നെ ഇന്റർവെല്ല് കഴിയുന്നതിൻ്റെ 2 മിനിറ്റ്, ഇന്റർവെല്ലിന് ബെല്ലടിക്കുന്നതിൻ്റെ 2 മിനിറ്റ് മുന്നേ തന്നെ, സമാപ്തി होने 2 മിനിറ്റ് പഹലെ, ബെല്ലടിക്കുന്നതിന് 2 മിനിറ്റ് മുന്നേ തന്നെ കുട്ടികൾ വന്നിട്ട് अपनी बेंच पर आकर बैठ जाते, അവരവരുടെ സീറ്റിൽ വന്നിട്ട് ഇരിക്കുമായിരുന്നു. सुरेंद्र मास्टर जी ने क्या किया?
कॉपी देखते समय गलत में अपराध देखा। कॉपी देखते समय मास्टर जी ने बेला गलत लिखने के अपराध में उसके बाल पकड़कर पंचा फंसाया। അതിനർത്ഥം അതായത് ഒരു ദിവസം കോപ്പി देखते समय അവരുടെ മാത്സ് ആരാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഹോംവർക്ക് നോക്കും, ക്ലാസ് നോട്ട്ബുക്ക് നോക്കുന്ന സമയത്ത് അധ്യാപകൻ മാസ്റ്റർ ജി എന്താ ചെയ്തത്, സുരേന്ദ്രജി എന്താ ചെയ്തത്, ബേലാക്കെ ബാൽ പകടുക്കർ, ബാൽ എന്ന് പറഞ്ഞാൽ മുടിയാണ്. അപ്പോൾ അവളുടെ മുടിയിൽ പകടുക്കർ പിടിച്ചിട്ട് പഞ്ചാഫസന എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കൈ കുത്തി പിടിക്കുന്നതിനാണ് പഞ്ചാഫസന എന്ന് പറയും. അപ്പോൾ ബേലാക്കെ ബാൽ പകടുക്കർ പഞ്ചാഫസയ, ബേലയുടെ മുടിയിൽ കുത്തി പിടിച്ചു. 5वीं कक्षा का റിസൾട്ട് ആ ഗയ, അങ്ങനെ 5ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നു. दोनों छठी में आ गए, രണ്ടുപേരും 5ൽ നിന്ന് 6ലേക്ക് എത്തി. ഈ സ്കൂൾ 5वीं तक ही था. ഈ സ്കൂൾ എത്ര വരെ ഉണ്ടായിരുന്നുള്ളൂ? 5ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. സ്വാഭാവികമായിട്ടും അവർ രണ്ടുപേർക്ക് എന്ത് വേണം, അടുത്ത വർഷം അഗലെ സാൽ അല്ലേ, അടുത്ത വർഷം എന്ത് ചെയ്യണം, വേറെ രണ്ടുപേർക്ക് രണ്ട് സ്കൂളിലല്ല അടുത്ത വേറൊരു സ്കൂളിലേക്ക് മാറിപ്പോണം. സാഹിലിനെ കഹ, റിസൾട്ടിൻ്റെ ദിവസം സാഹിൽ ബേല എടുത്ത് ചോദിക്കുകയാണ്, बेला अब तुम कहाँ पढ़ोगे, बेला ഇനി നീ അടുത്ത വർഷം അഗലെ സാൽ അല്ലേ, अब तुम कहाँ पढ़ोगे, ഇനി നീ എവിടെയാണ് പഠിക്കുക എന്ന് ചോദിക്കുകയാണ്. അപ്പം അതിന് മറുപടിയായിട്ട് നമ്മുടെ സാഹിൽ പറയാണ്, എൻ്റെ പാപ്പാനെ നിശ്ചയ പാപ്പ എന്ത് പറഞ്ഞിട്ടുണ്ട്, മുझे അജ്മേർ भेज देंगे, അജ്മേറിലേക്ക് അയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ പറയാണ് അജ്മേർ വഹാ एक हॉस्टल है, ആ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ അറിയാലോ എല്ലാവർക്കും. അപ്പം അജ്മേറിൽ എന്തുണ്ട്, ഒരു ഹോസ്റ്റലുണ്ട്, വഹാം അക്കേല റൽക്കർ പഠുങ്ക, അവിടെ ഞാൻ ഒറ്റയ്ക്ക് താമസിച്ചിട്ട് പഠിക്കും എന്ന് പറയാണ്. അടുത്ത വർഷം ഞാൻ അജ്മേറിലേക്കാണ് പോകുന്നത്, എൻ്റെ പാപ്പ വീട്ടുകാർ പറയുന്നത് കേട്ടു, അച്ഛൻ പറഞ്ഞു ഞാൻ എവിടേക്ക് പറഞ്ഞേക്കാണ്, അജ്മേറിലേക്ക് പറഞ്ഞേക്കാണ്, അവിടെ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് ഞാൻ പഠിക്കാൻ പോണത് അടുത്ത വർഷം എന്ന് പറയാണ്. അപ്പോൾ തിരിച്ച് സാഹിലും ചോദിക്കുകയാണ് ബേലയുടെ അടുത്ത്, അഗലെ സത്യം കഹ പടോഗി എന്ന് ചോദിക്കുന്നു. അപ്പം ബേല എന്താ മറുപടി പറയുന്നത്, മേരെ പാപ്പ കയറിയത് രാജകീയ കന്യാ പാഠശാലയിൽ. എൻ്റെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു എന്നെ എവിടെയാണ് പഠിപ്പിക്കാൻ പോകുന്നത്, രാജകീയ കന്യാ പാഠശാല എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ. എന്നെ ഒരു ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിലേക്കാണ് ഇനി, ഇതുവരെ അവർ മിക്സഡായിട്ട് ബോയ്സും ഗേൾസും ഉള്ള സ്കൂളാണ്, ഇനി അടുത്തതായിട്ട് എന്നെ ഗേൾസ് ഹൈസ്കൂൾ രാജകീയ കന്യാ പാഠശാലയിലേക്കാണ് എന്നെ പറഞ്ഞയക്കുന്നതെന്ന് അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറയുകയാണ്. ബേല സാഹിലിൻ്റെ അടുത്ത് പറയുകയാണ്. ബേല ചോദിക്കുകയാണ് സാഹിലിൻ്റെ അടുത്ത്, तो मुझसे कभी नहीं मिलेंगे, ഇനി അപ്പം നമ്മൾ കണ്ടുമുട്ടും, ഇനി നമുക്കപ്പോൾ ഇനി ഒരിക്കലും കണ്ടുമുട്ടാൻ കഴിയില്ലേ എന്ന് വളരെ വിഷമത്തോടു കൂടി ബേല ചോദിക്കുകയാണ്. സാഹിൽ കുച്ച് ഭി നഹി കഹ, അതിന് മറുപടിയായിട്ട് സാഹിൽ ഒന്നും പറഞ്ഞില്ല. സാഹിൽ കി അങ്കേം വീർ ബഹൂട്ടി കി തര ലാൽ ഹോനെ ലഗി. അപ്പോൾ ഇങ്ങനെ സാഹിലിൻ്റെ കണ്ണുകൾ എന്തായി, അത് ആലോചിക്കുമ്പോൾ തന്നെ സാഹിലിൻ്റെ കണ്ണുകൾ വളരെ ബീർബഹൂട്ടിയുടെ നിറം നമ്മൾ പറഞ്ഞു, ചുവപ്പ് നിറമാണ് അല്ലേ. അപ്പോൾ കണ്ണുകളാകെ ബീർബഹൂട്ടിക്ക് തരം എന്ന് പറഞ്ഞ പോലെ, അപ്പോൾ ഈ സാഹിലിൻ്റെ കണ്ണുകൾ ബീർബഹൂട്ടിയെ പോലെ എന്ത് ചെയ്യുന്നു, ലാൽ ഹോനയിലെ രീതി ചുവപ്പ് നിറമാവാൻ തുടങ്ങിയിരുന്നു. ഈ ബൂന്തോം ജയ്സ പാനി ബർഗയാത, അവൻ്റെ കണ്ണുകളിൽ, സാഹിലിൻ്റെ കണ്ണുകളിൽ എന്താ പറയുക, മഴത്തുള്ളികളെ പോലെ കണ്ണ് നിറയാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അവനാകെ വിഷമായി. റിസൾട്ടിൻ്റെ ദിവസം അവർ രണ്ടുപേരും ഇനി മാറിപ്പോവാണ്, രണ്ട് സ്കൂളിലേക്ക്. കാരണം എന്താ, ഈ സ്കൂൾ 5वीं तक ही था, ഈ സ്കൂള് 5ാം ക്ലാസ് വരെയേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ്. ബേലാബി രോരഹീതി, അപ്പം അതിനർത്ഥം എന്താ, സാഹില് മാത്രമല്ല രണ്ടുപേർക്കും വിഷമമുണ്ട്. ബേലാബി രോരഹീതി, രോനൊക്കെ അറിയാറിയാലോ. ബേല എന്ത് ചെയ്യണം, ആ സമയത്ത് റിസൾട്ടിൻ്റെ ദിവസം രണ്ടുപേരും അവരവരുടെ റിപ്പോർട്ട് കാർഡുകൾ നോക്കിക്കൊണ്ട് രണ്ടുപേരും വളരെ വിഷമത്തോടു കൂടി നോക്കി നിൽക്കണം. അപ്പോൾ സാഹിൽ കരയണം, അതേപോലെ തന്നെ ബേലാബി രോരഹീതി, ബേലയും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും ദോനോ ദിശാക്കി ഓർച്ചാത്തെ, രണ്ടുപേരും രണ്ട് ദിശയിലേക്ക്, രണ്ട് വശങ്ങളിലേക്കായിട്ട് രണ്ട് ദിശകളിലേക്ക് ചാത്തി. ദോനോ ദിശാക്കി ഓർ ജാരഹേനെ, അങ്ങനെ അവർ രണ്ടുപേരും അവിടുന്ന് രണ്ട് ദിശകളിലേക്ക് നടന്ന് നീങ്ങുകയാണ്. ഇതോടുകൂടി ഈ കഥ അവസാനിക്കുകയാണ്.